അതെ അതെ, ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്. ഓക്കെ. യെസ്. സോ ഹാപ്പി വെൽക്കം ഓൾ. നമ്മളെ വീക്കെൻഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളൊരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ നമ്മളെല്ലാ വീക്കിലും വീക്കെൻഡ് സെഷൻ പ്ലാൻ ചെയ്യുന്നത് കാരണം നമ്മൾ മാർക്കറ്റിലുള്ളവരാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റുമായിട്ട് കണക്ട് ആയിരിക്കണം, അതുപോലെ മാർക്കറ്റിൽ ചെയ്യുന്നവരുമായിട്ട് എപ്പോഴും നമ്മൾ കണക്ട് ആയിരിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. നമ്മൾ ഇന്ന് വന്ന് അല്ലെങ്കിൽ കുറേ ബ്രേക്ക് എടുത്ത് നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും വന്ന് ട്രേഡ് എടുക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസും കാര്യത്തിലൂടെയാണ് ഒരു ട്രേഡർ രൂപപ്പെട്ടു വരാം. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു മെന്റർഷിപ്പ് വേണം. നമ്മളിപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും കൂടുന്നു, അല്ലെങ്കിൽ എല്ലാ വീക്കിലും കൂടുന്നു, സെഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതായത് ഒരേ സിനാരിയോയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ തമ്മിൽ കൂടുമ്പോൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റിന്റെ സിനാരിയോസ് ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചില ലേഡീസ് ഒക്കെ നമ്മളോട് ബാച്ചിൽ നിന്ന് വന്ന് പറയാറുണ്ട്, സാറേ എനിക്ക് ലോസ് ആവുന്നു, ഞാൻ ഈ മേഖല എനിക്ക് പറ്റണില്ല, ഞാൻ ഒഴിവാക്കാണെന്നൊക്കെ പറഞ്ഞ് പോകുന്ന ചില ലേഡീസ് ഉണ്ട്. കാരണം അവർ ചിലപ്പോൾ ലോസ് ആകുമ്പോൾ വിചാരിക്കും, ഞാൻ എൻ്റെ ഒരു ലോസ് വന്നതുകൊണ്ട് എനിക്ക് സ്കില്ല് പറ്റില്ല, ഞാൻ ഒഴിവാക്കാന്നൊക്കെ പറയും. അപ്പൊ അതിനൊക്കെ നമുക്ക് ഇന്നത്തെ ഗസ്റ്റ് ആയി വന്ന ആള് തന്നെ ഒരു ഒരു എംപവറിങ് സ്റ്റാർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വളരെ യങ് ഏജിൽ, എനിക്ക് തോന്നുന്നു 18 ആളുടെ ഏജ്, ഒരു 4 വർഷം മുന്നേ 14-15 വയസ്സുള്ള സമയത്ത് ട്രേഡിങ്ങിലോട്ടേക്ക് ഇറങ്ങി. ഇപ്പൊ സ്വന്തമായിട്ട് ഗോൾഡ് വേഴ്സ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന പിന്നെ അനലിസ്റ്റും, അതുപോലെ തന്നെ യൂത്തിന്, അതായത് എങ്ങനെ ഡ്രീം കാണണം, ഫോറക്സിൽ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊരു വെൽവിഷറാണ്. നമ്മളോട് അക്കാദമിയായിട്ട് എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന റിസൽ സാറാണ് നമുക്ക് ഇന്ന് ഗസ്റ്റ് ടോക്ക് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, ട്രേഡിങ്ങിൽ നമ്മൾ ടെക്നിക്കലും മറ്റും ഒക്കെ സെറ്റ് ആണെങ്കിലും ട്രേഡിങ്ങിൽ നമ്മളൊരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ജേണി മേ ബി ചിലപ്പോൾ ദുഷ്കരമായേക്കാം. ഒരു കൃത്യമായ പ്ലാനോട് കൂടിയിട്ട് ആയിരിക്കണം നമ്മൾ ട്രേഡിനെ സമീപിക്കേണ്ടത് നിൽക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് പ്ലാന് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ചെറിയൊരു അനാലിസിസും കൂടി നടത്താം. കാരണം ലാസ്റ്റ് ഫ്രൈഡേ പിന്നെ വ്യാഴം വെള്ളിയും നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. നല്ല ബൂമിങ് ഉണ്ടായി. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കും ചിലപ്പോൾ അതിന്റെ സിനാരിയോസ് അല്ലെങ്കിൽ ഒരു സെന്റിമെന്റൽ മാർക്കറ്റ് ആവാനൊക്കെയാണ് സാധ്യതകളുള്ളത്. അപ്പൊ അതിന്റെ സിനാരിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാണ്. റസൽ സാർ. സാർ ഹലോ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. സോ ഓക്കെ ഓക്കെ റസൽ സാറോട് ഒരു Q&A മോഡലിൽ പോകാനാണ് താല്പര്യം. കാരണം നമ്മള് ഈ ഒരു ജേണിയില് പലരും പകുതിക്ക് നിട്ടേച്ച് പോകാറുണ്ട്. സാർ ഈ ഒരു യങ് ചെറിയ ഏജിൽ തന്നെ നല്ല ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ജേണിയിൽ ഒരുപാട്, കാരണം ലൈഫിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ ട്രേഡിങ്ങിലൂടെ കണ്ടെത്തി, അതാണ് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ എടുക്കുന്നു, അതുപോലെ തന്നെ യാത്രകൾ, ഇന്റർനാഷണൽ ട്രിപ്സുകൾ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജേണി എന്തുകൊണ്ടാണ് ഈ ഒരു ജേണി ചൂസ് ചെയ്യാൻ കാരണം, അതുപോലെ തന്നെ എന്താണ് വാട്ട് യു ഗോട്ട് ഫ്രം FX? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. എൻ്റെ പേര് റിസൽ എന്നാണ്. സപ്ന സാറ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഓൾമോസ്റ്റ് 4-5 വർഷമായിട്ട് ഈ ഒരു മാർക്കറ്റിൽ ഉള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പൊ എൻ്റെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-19 ഓൾമോസ്റ്റ് ഞാൻ 4 വർഷം ഈ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട്. എൻ്റെ വീട് വരുന്നത് കണ്ണൂർ ഇരിട്ടിയിലാണ്. ഓക്കെ, സോ നമുക്ക് കൂടുതൽ ലാഗ് ഒന്നും ആക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് എന്താക്കാം, കാര്യത്തിലോട്ടേക്ക് കിടക്കാം. ഇപ്പൊ സപ്ന സാറ് ഫസ്റ്റ് ചോദിച്ച പോലെ തന്നെ നമ്മൾ എന്തിനാണ് എന്താക്കുന്നത് ഫോറക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ട്രേഡിങ് എന്തിന് ചൂസ് ചെയ്യണമെന്നുള്ള സാധനം ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള തന്നെ എന്താക്കി തരാം. ഞാൻ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്ത് തരാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ റൈസർ ആണ്, മോട്ടോർ സ്പോർട്സ് സ്റ്റണ്ട് റൈഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ അവിടുന്നാണ് ആ ഒരു ഡ്രീമിൽ നിന്നാണ് ഫോറക്സ് മാർക്കറ്റ് ഞാൻ ചൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്നെ സമ്മതിച്ചോളൂ, എനിക്ക് ഒരു റേസിന് ഒരു മന്തിൽ എനിക്ക് എന്താക്കുന്നുണ്ട്, 1,00,000 റുപ്യ വരെ മിനിമം എനിക്ക് എന്താക്കുന്നുണ്ട്. ഒരു 3-4 റേസ് ഓടിക്കും തന്നെ എനിക്ക് എന്താക്കുന്നുണ്ട്, എക്സ്പെൻസ് ആണ്ട് ആ ഒരു ഫീൽഡിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അറിയാം. സോ
എന്നെ സമ്മതിച്ചോളൂ, എന്റെ ഡ്രീമോ എന്റെ പാഷനോ ഇതൊന്നും ഇല്ല. ആരുണ്ടാക്കി തരണ്ടല്ല, എന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ എന്റെ ഉപ്പയോ ഉമ്മയോ ഉണ്ടാക്കി തരണ്ടല്ല, പൈസ തരണ്ടല്ല, ഞാനായിട്ട് ഉണ്ടാക്കിയിട്ട് പോകേണ്ട ഒരു സാധനമാണ്. അതെന്റെ പണ്ട് തൊട്ടുള്ള ഡ്രീമാണ്. സോ ആ ഒരു 1 ലാക്കിലോട്ടേക്ക് എനിക്ക് ആ എക്സ്പെൻസ് എന്റെ റേസ് കരിയറിൽ മാത്രം എനിക്ക് എക്സ്പെൻസ് അവിടെ 1 ലാക്ക് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് പണിക്ക് പോയിട്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഇതായിട്ടോ എനിക്ക് എന്താക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ പാഷനെയോ എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇപ്പൊ നമ്മള് ഡോക്ടറാകാൻ പഠിക്കുന്നുണ്ട് പോലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ആക്കുന്ന, രാവിലെ മുതൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈം ടു ടൈം ആയിട്ട് നമ്മൾ ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. പക്ഷെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഭൂമിയിൽ എവിടെയാണ് നമുക്ക് എന്താക്കുക അത് ചെയ്യാം. സോ എന്റെ പാഷൻ എനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രേഡിംഗ് തന്നെയാണ്. ഓക്കെ, സോ അൽഹംദുലില്ലാ എന്റെ 17ാമത്തെ വയസ്സിൽ എനിക്കൊരു ബൈക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. ഞാനിപ്പോ 2 വർഷമായിട്ട് ഞാൻ റേസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്റെ ഡ്രീമിന് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ മിഷനായിട്ട് അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് കിട്ടിയ സാധനമാണ് ഈ ഫോറക്സ് മാർക്കറ്റ്. കാരണം ഇതിന് വലിയൊരു മാർക്കറ്റിന് എന്താക്കാനില്ല, നമുക്ക് കിട്ടാനില്ല എന്നാണ് അതിന്റെ സത്യം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പല ആൾക്കാരും, ഇപ്പൊ നിങ്ങളൊക്കെ പ്രവാസിയായിരിക്കും അല്ലെ, പല ആൾക്കാരും, ഞാനടക്കം ഒരു 6 വർഷം എന്റെ ഉപ്പയും പ്രവാസി തന്നെയാണ്. സോ നമുക്കറിയാം, ഇപ്പൊ ഒരു ഗൾഫിൽ ഒരു പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അവർ ഒരു കൊല്ലം എന്താക്കാണ്, അവിടെ പണിയെടുക്കാണ്. എന്ത് അല്ലെ, ഒരു കൊല്ലം നമ്മളെ നാട്ടിൽ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കും നമ്മളെ ഫാമിലിക്കും നമ്മളെ വൈഫിനും നമ്മളെ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കാണ്, പണിയെടുക്കാണ് അല്ലെ. നമുക്ക് കിട്ടുന്ന ഒരു ഇപ്പൊ 1 ലക്ഷം 2 ലക്ഷം സാലറി ഉണ്ട് പോലും ഒരു കൊല്ലത്തിൽ നമുക്ക് ആകെ ലീവ് 2 മാസം 4 മാസം. നമ്മൾ ഇത്രയും കൊല്ലം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ 2 മാസം കൊണ്ട് നമ്മൾ പൊട്ടിച്ച് തീർക്കാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാട്രിക്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം പോലെ നമ്മൾ എന്താക്കാണ്, പിന്നെ നമ്മൾ പണിക്ക് പോവാണ്, തിരിച്ചങ്ങോട്ടേക്ക് പോവാണ്, പിന്നെ ഇതേപോലെ ചെയ്യാണ്, പിന്നെ നാട്ടിലോട്ടേക്ക് വരാണ്. ഇങ്ങനെ നമുക്ക് പോയതിനെ കൊണ്ട് നമുക്ക് എന്തില്ല, കാര്യമില്ല. ഓക്കെ, നമുക്കൊരു ലെവൽ ഇൻകം എന്തുണ്ടാക്കണോ, നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അതിന് ഏറ്റവും ബെസ്റ്റ് കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം പല ആൾക്കാരും എന്താണ് ഇപ്പോഴും കടം കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം നാട്ടിൽ വരുന്ന സമയത്ത് 1 മാസം നിൽക്കുമ്പോൾ തന്നെ എന്താക്കാണ്, പൈസ തീരാണ്. പിന്നെ വാല്യൂ ഇല്ല, റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം എന്തില്ല, കുടുംബത്തിലില്ല, വീട്ടിലില്ല, ഈ സാധനം ഇല്ല. പൈസ ഇല്ലെങ്കിൽ എന്തില്ല, അവിടെ റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒരു സാധനം ഇല്ല. ആരൊക്കെ നമ്മളെ ചങ്ങായിമാരുണ്ടെന്ന് പറഞ്ഞാൽ ആരുണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എന്തില്ല, റെസ്പെക്ട് ഇല്ല. സോ നമുക്ക് പൈസ ഉണ്ടാക്കാൻ, പൈസയല്ല ബില്യൺസും മില്യൺസും ഉണ്ടാക്കാൻ പറ്റിയ ടൂളാണ് നമ്മളെ കൈമല് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു സാധനം എന്റെ കൈമ കിട്ടിയിട്ട് പിന്നെ എന്തിന് ചൂസ് ചെയ്യാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതേപോലെ തന്നെ നമുക്കറിയുന്ന ഒരു കാര്യം സ്കാം അല്ലെ. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ പല ആൾക്കാരും പറയുന്ന സമയം, ഞാൻ അടക്കം ഇറങ്ങുന്ന സമയത്ത് പറയുന്ന, ഞാൻ 10th കഴിഞ്ഞ് നേരെ ഈ മാർക്കറ്റിലോട്ട് കയറിയ. സോ ഇതൊക്കെ സ്കാം ആണ്, തട്ടിപ്പാണ്, ഇതാണ് പിടിച്ചതാണ്. ആ സമയത്ത് ഒരമ്മായി, എന്റെ ഫാമിലിയിലുള്ള ഒരു അമ്മായി എന്നെ വന്നിട്ട് കുറെ ഉപദേശിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇതിന്റെ ഇടയ്ക്ക് ഒരു 2 മാസം മുമ്പ് മൂപ്പര് വിളിക്കുകയാണ്. മൂപ്പര് വിളിച്ചിട്ട് എന്നെ കിട്ടുന്നില്ല. എന്നോട് ചോദിച്ചു, റിസൾട്ട് ഈ ഏടില്ല, ഇന്നൊന്ന് കാണാൻ പറ്റുമോ? ചോദിച്ചോ, കാണാൻ നാട്ടിൽ വരുന്നുണ്ട്. സോ മൂപ്പര് നാട്ടിൽ വന്നേരം എന്റെ വീട്ടിൽ വന്നേരം ചോദിക്കാണ്, എടാ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ട്രേഡിങ് മേടിക്കണം. ഓക്കെ, മൂപ്പര് ഹസ്ബൻഡിന് എന്താണ് ഒരു മറ്റേ ഇലക്ട്രിസിറ്റിന്റെ മറ്റേ കേരളയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ പറയണേ അതിലൊന്നും നിന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഒരു ഇൻകം ഉണ്ടാക്കണം. സോ അന്ന് സ്കാമാന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് എന്താക്കുന്നുണ്ട്, ഇത് പഠിക്കാൻ വേണ്ടിട്ട് എന്താക്കുന്നുണ്ട്, ഇപ്പൊ നമ്മളെ ബാക്കിൽ നടക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ റിയാലിറ്റി, മനസ്സിലായില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാല് ഈ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കൂല, പിന്നെ നമ്മൾ ഈ സിസ്റ്റം നമ്മൾ വിടൂല. അത് നമ്മൾ ഇപ്പൊ SPP നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അവിടെ വീഴാണ്ട് നമുക്ക് എന്ത് വേണം, ഒരു ടാർഗറ്റും അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം, ഒരു ഡ്രീമും ഇല്ല, വലിയൊരു ഡ്രീംസ് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. ഞാൻ പറയാം, മെയിൻ ആയിട്ട് ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഞാൻ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനാൻഷ്യലി ഫ്രീഡ് ആണ് ഇവിടുത്തെ ഒക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സാധനം. യെസ് ഓർ നോ? ഫൈനാൻഷ്യലി ഫ്രീഡ് ആണ് എന്താക്കേണ്ടത്, നമുക്ക് അതെ എല്ലാവർക്കും അതെ. വേണ്ടത് അല്ലെ. സോ നമുക്ക് യെസ്. ഫൈനാൻഷ്യലി ഫ്രീഡം നമുക്ക് എന്തിനു ഫൈനാൻഷ്യലി ഫ്രീഡം? ഓക്കെ, ഇപ്പൊ ഒരു ഫൈനാൻഷ്യലി ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ആ ഇൻഫെക്ഷൻ ബാലൻസ് ആവാണ്ട് അല്ലെങ്കിൽ നമ്മളെ ബാലൻസ് കുറയാണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്ന മാത്രമല്ല ഫൈനാൻഷ്യലി ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിന്റെ പുറമെ വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഒരു ഫൈനാൻഷ്യലി ഫ്രീഡം ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഞാൻ മലേഷ്യയിൽ പോയത്. അതേപോലെ തന്നെ 2-3 ഇന്റർനാഷണൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എൻ്റെ 18ാമത്തെ വയസ്സിൽ. സോ ആ ഒരു ഏജിൽ ഞാൻ ജസ്റ്റ് എൻ്റെ സിസ്റ്റർ ഉണ്ട്, എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. സോ അവരെ ബർത്ത്ഡേ വന്ന സമയത്ത് ഞാൻ എന്റെ വീട് വരുന്ന ഇരുട്ടിയിലാണ്. ഇരുട്ടിയിൽ അവിടെ നിൽക്കുന്ന സമയത്ത്
മുമ്പിൽ അവിടെ ഉണ്ട് MS ഗോൾഡിന്റെ ജ്വല്ലറി ഉണ്ട്. ഓക്കെ, ബർത്ത്ഡേ ഉമ്മാന്റെ സ്റ്റാറ്റസ് വഴിയാണ് ഞാൻ ഇന്ന് ഓളെ ബർത്ത്ഡേ ആണെന്ന്, എന്റെ പെങ്ങളെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ അറിയുന്നത്. ഒന്നുമില്ല ഭായി, അന്ന് എന്റെ കാറിന് വിത്തിൻ സെക്കൻഡ്സ് 5 സെക്കൻഡ് കൊണ്ട് ആ സ്റ്റാറ്റസ് കണ്ട് 5 സെക്കൻഡ് കൊണ്ട് കാറിന് ഇറങ്ങി ആ ജ്വല്ലറി പോയിട്ട് 25,000 റിങ് അന്ന് വാങ്ങിയിട്ട് വീട്ടിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളെ യഥാർത്ഥ ഫൈനാൻഷ്യലി ഫ്രീഡം. നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും നമ്മളെ ഫാമിലിക്കും നമുക്ക് എന്താക്കാൻ പറ്റണോ, നമുക്ക് നമ്മൾ കണക്ക് നോക്കാണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇത് നോക്കാണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെലവാക്കാൻ പറ്റണം. ഇന്ന് പല ആൾക്കാർക്കും എന്താക്കാൻ പറ്റുന്നില്ല. ഒരു ലോക്ക് വരാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളോ, ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി, ഇപ്പൊ ഈ നിൽക്കുന്ന സ്റ്റേജ്, നിങ്ങൾക്ക് ഒരു മന്തിൽ ഒരു 1 lakh കിട്ടിപ്പോന്ന ഈ സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ഫാമിലി ക്രൈസിസോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മളെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരു അസുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോക്കാണ്. ഓക്കെ, നമ്മൾ ലോക്കാണ്. അങ്ങനെ വരാണ്ടിരിക്കട്ടെ. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ ഉണ്ടാവില്ല, പിന്നെയാണ് നമ്മൾ ചിന്തിക്കുക നമുക്ക് എന്തെങ്കിലും ബാക്കപ്പ് പ്ലാൻ വേണം, എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. എന്തിനിത് പഠിക്കുന്നത്, നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ്. ഈ ഒരു മാർക്കറ്റിൽ ഫോറക്സ് എന്ന് പറഞ്ഞ ഈ ട്രേഡിങ്ങിൽ നമ്മൾ എന്താക്കുകയാണ്, നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ്. ആ സ്കില്ലിനാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മൾ ആ സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ഉണ്ടാക്കാനുള്ള സ്കില്ല് നമ്മൾ പഠിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ 1000 റുപ്യോ 2000 റുപ്യോ 5000 റുപ്യോ 10,000 റുപ്യ ഉണ്ടാക്കുന്ന സ്കില്ലല്ല നമ്മളിവിടെ പഠിക്കുന്നത്. ബില്യൺസ് മില്യൺസ് ഉണ്ടാക്കുന്ന സ്കില്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു മാർക്കറ്റ് നമുക്ക് പഠിക്കുന്നത്. അന്നൊന്നും ഞങ്ങൾക്ക് സമയത്ത് ഒരു അക്കാഡമീസോ കാര്യങ്ങളോ ഞങ്ങൾക്ക് അങ്ങനെ വലിയ നോളജോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞുതരാൻ. ഇന്ന് നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ തന്നെ പല മെന്റേഴ്സും കാര്യങ്ങളും എന്തുണ്ട് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഗോൾസ് പറഞ്ഞുതരാനോ എങ്ങനെ നിങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞുതരാനും വലിയൊരു ടീം തന്നെ നിങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ട്, കുറച്ച് അയച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഫൈനാൻഷ്യലി ഫ്രീഡം ആണ് നമ്മളെ ലക്ഷ്യം. നമ്മൾ നാട്ടിൽ വന്ന സമയത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലുള്ള സമയം ഏത് ടൈമിങ്ങിലായിരിക്കും ആയിക്കോട്ടെ, നമ്മളെ ഫാമിലി നമ്മളെപ്പോഴും ഉണ്ടാവണം. ഓക്കെ, ഇപ്പൊ ഗൾഫിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഗൾഫിൽ അവർ നാട്ടിൽ വരണം അവരെ ഫാമിലിന്റെ ഒപ്പം കൂടണമെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ആ സിസ്റ്റത്തിന് നമ്മൾ എന്താക്കണം, മാറ്റണം. അത് ആ മാറ്റണമെന്നുള്ളത് എന്ത് വേണം, നമ്മളെ മുമ്പിൽ ആർക്കും നമ്മളെ ഫാമിലിനെ ഇപ്പൊ ഗൾഫിലോട്ടേക്ക് നിർത്തിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. എന്തുകൊണ്ടാണ്, നമുക്ക് അവിടെ എക്സ്ട്രാ ഒരു ഇൻകം വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ റീസൺ. നമുക്കൊരു എക്സ്ട്രാ എന്തില്ല, ഒരു ഇൻകം ഇല്ല എന്നല്ല. ആ ഇൻകം ആണ് നിങ്ങൾ എന്താക്കാൻ പോകുന്നത്, ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ല? അപ്പൊ നമ്മളെ ഫൈനാൻഷ്യലി ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ടൂൾ തന്നെയാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, യെസ് യെസ് യെസ്. അപ്പൊ മെയിൻ ആ സാധനം ഫൈനാൻഷ്യലി ഫ്രീഡം തന്നെയാണ്. റസൽ സാർ, അതുപോലെ യെസ്. തന്നെ ഇപ്പൊ നമ്മളെ ഇപ്പം 1.5 years മുന്നേ പഠിച്ച ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളെല്ലാ യെസ്. വീക്കിലും ഓക്കെ. ഇതുപോലെ നമ്മൾ കൂടാറുണ്ട്. അപ്പോ ചിലരൊക്കെ പകുതിക്കുന്ന് ഇട്ടേച്ചു. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ഈ വീക്കെൻഡ് സെഷൻ വെക്കുന്നത് തന്നെ കാരണം നമ്മള് യെസ്. പിന്നെ ഇവിടെ UAE ഇപ്പൊ നാളെ എന്താണ് പിന്നെ നാഷണൽ ഡേ ആണ്. അപ്പൊ നമ്മള് എല്ലാവർക്കും, കാരണം ഇതിന്റെ ഒരു ഇന്റൻഷൻ എന്നുള്ളത്, കാരണം ഈ സ്കില്ല് കൊണ്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മളെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് മണി ജനറേറ്റ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ തന്നെ ഒരുപാട് യെസ്. യെസ്. ലേഡീസിനെ നമ്മൾ പിന്നെ പഠിപ്പിച്ചു പുറത്തിറക്കി. അവരുടെ ലൈഫിൽ ഇതുവരെ ഇങ്ങ കാണാത്ത ആൾക്കാർ അവരിങ്ങ കണ്ടു തുടങ്ങി. അപ്പോ ഇനിയുള്ള ചിലപ്പം ഇപ്പം റസൽ സാറൊക്കെ പറയുമ്പോഴാണ് ഇതിന്റെ, ഇപ്പൊ ഞാനൊക്കെ ഒരു നമ്മളൊരു 2 hour സെഷൻ കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ഫീലിംഗ് ആണ്. കാരണം അതിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഒരു യെസ്. ഫ്യൂച്ചർ, കാരണം ഇനി അങ്ങോട്ട് നമുക്ക് ഒരു കാരണവശാലും ചെലവ് ചുരുക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടാവില്ല. കാരണം വരുമാനം ഉണ്ടാവല്ലോ. കൂട്ടാന്നുള്ളതേ ഉള്ളൂ. യെസ്. 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 അപ്പൊ ഈ അപ്പോ സ്കില്ലിന്റെ നമുക്ക് ഇതില് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ കാണണം റസൽ സാർ? ഇതിന്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെ കാണണം, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ കരിയർ ആക്കിയിട്ട് മാറ്റണം എന്നുള്ള സാധനം അല്ലേ? അതെ അതെ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കുള്ള ഒരു സാധനമാണ് ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റിൽ പല ആൾക്കാരും ഇറങ്ങുന്ന. ഇപ്പോ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഫോറക്സ് അല്ലെങ്കിൽ വിളിക്കൂ, റസിലെ ഒരു 5 ലക്ഷം റുപ്യ ഉണ്ട്, നമുക്ക് ഒരാഴ്ച കൊണ്ട് 10 ലക്ഷം റുപ്യ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കൂ അല്ലെ? ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റിൽ കാണുന്ന പല ആൾക്കാരുണ്ട്. ഒരിക്കലും ഈ സാധനത്തിന് നിങ്ങൾ ആ ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റ് ആയിട്ട് നിങ്ങൾ എന്താക്കാൻ പാടില്ല, കാണാൻ പാടില്ല. ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഈ സാധനത്തിന് നിങ്ങൾ എന്താക്കാൻ പാടില്ല, നിസ്സാരാക്കിയിട്ട് കാണാനും പാടില്ല. ഓക്കെ, ഒരു 10,000 റുപ്യനെ കൊണ്ട് 1 million ക്ലബ് അടിച്ച പല ആൾക്കാരും ഇന്ന് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത് ഗാംബ്ലിംഗ് ആയിട്ടല്ല വേണ്ടത്, നമുക്കൊരു ട്രേഡിംഗ് റൂൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഫ്യൂച്ചറിലോട്ടേക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരാം, ഇതിനും വലിയൊരു സാധനം ഇനി എന്താക്കാനില്ല, നിങ്ങളെ ലൈഫിൽ കിട്ടാനില്ല. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിനെക്കാട്ടും വലിയൊരു ഈ സാധനം നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി നമ്മൾ പഠിച്ച് ഇത് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആ യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിയിൽ ഫസ്റ്റ് മില്യണർ ക്ലബിൽ നമ്മളായിരിക്കും എന്താക്കുക, കേറാൻ പോകുന്നത്. മനസ്സിലായില്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാരും ഇപ്പം കാണും, നമ്മൾ ഈ ട്രേഡിങ് ചെയ്യുന്ന എല്ലാവരും
ആരും അറിയിക്കണമെന്നൊന്നുമില്ല. അറിയിക്കാണ്ട് നമുക്ക് എന്താക്കാം, മില്യൺ ക്ലബിലോട്ട് നമുക്ക് കയറാൻ പറ്റും ഏറ്റവും വലിയ സോഴ്സ്. പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചർ, ഞാൻ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞു, എനിക്ക് ട്രാവൽ ചെയ്യാനും മോട്ടോർ സ്പോർട്സ് ഫീൽഡിലോണ്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടം. സോ എന്നെ സംബന്ധിച്ചോളോ, എനിക്കിപ്പോ രാവിലെ മുതൽ 9 മണി മുതൽ രാത്രി 9 മണി വരെ പണിക്ക് പോക്ക് എനിക്ക് പോസിബിൾ. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് നാളെ എനിക്ക് എന്റെ റൈസ് ഓടിക്കാനോ ട്രാവൽ ചെയ്യാനോ എനിക്ക് പറ്റൂല, അവിടെ ടൈമില്ല. സോ എനിക്ക് ഇന്ന് ദുനിയാവില് എവിടെയാണെങ്കിലും എനിക്ക് എന്താക്കാൻ പറ്റും, ഈ ലോകത്ത് എവിടെയാണെങ്കിലും എനിക്ക് ട്രേഡിങ് വെറും എന്റെ ചാർട്ട് അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു ട്രേഡ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് എന്റെ ഡ്രീംസും എന്റെ ഗോൾസും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിനും വലിയൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇതിനും വലിയൊരു സാധനം എന്താ നമുക്ക് ഫ്യൂച്ചറിൽ എനിക്ക് കിട്ടാനുള്ളത്? നമുക്ക് ഇന്ന് കിട്ടി, അൽഹംദുലില്ലാ, പടച്ചവനോട് സ്തുതി പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ നല്ല സാധനമാണ് എന്ത്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടീമും അതേപോലെ തന്നെ ഈ ഒരു മാർക്കറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ അതേപോലെ തന്നെ ഇനി ഫ്യൂച്ചറിലോട്ടേക്ക് ഇതിനും വലിയൊരു സാധനം എന്തില്ല, വരാനില്ല. പണ്ടോട്ടേ ഉള്ള സാധനമാണ് നമുക്കൊക്കെ കിട്ടുമ്പോ എന്തായി. ഇപ്പൊ എനിക്ക് 19 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് ഞാനിങ്ങനെ ടെൻഷനാ, പഠിച്ചോ എനിക്കിതൊരു 15 അല്ലെങ്കിൽ ഒരു 15 വയസ്സിന് മുമ്പേ എനിക്ക് എന്റെ ഉപ്പൊക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ലെവല് മാറിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഇപ്പം ചിന്തിക്കുന്നുണ്ട്. സോ ഇനി നമ്മളെ കാലഘട്ടം ഇനി എന്താക്കാൻ പാടില്ല, ഇനി അങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരെ ഇനി എന്താക്കാൻ പാടില്ല, ആ കാര്യം പറയാൻ പാടില്ല. അന്ന് ഉപ്പാക്ക് എന്താക്കി അല്ലെങ്കിൽ അന്ന് ഓർക്കത് നോക്കിയാൽ പോരെ എന്നുള്ള സാധനം പറയാൻ പാടില്ല. ഇനി ഈ ഫ്യൂച്ചറിൽ നമുക്ക് നമ്മളെ ഡ്രീംസും നമ്മളെ ഗോൾസും ഒക്കെ അച്ചീവ് ചെയ്യാൻ ഏറ്റവും വലിയ ടൂൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൂൾ തന്നെയാണ്, ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഈ സ്കില്ല് തന്നെയാണ്. ഈ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ള സാധനമാണ്. യെസ്, താങ്ക് യു റസൽ സാർ. യെസ്. അതുപോലെ ഒരു ക്വസ്റ്റ്യനും ഓക്കെ. കൂടിയുണ്ട്. അതായത് യെസ്. നമ്മള് സാറെ പറ്റി പലപ്പോഴും, കാരണം ലഹരിക്കെതിരെയാന്ന് തോന്നുന്നു സാറ്, പിന്നെ യെസ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ റൈഡ് നടത്തിയിട്ടുണ്ട്. ഒരു ബൈക്കറാണ്. സോ സോഷ്യൽ കമ്മിറ്റ്മെന്റും യെസ്. അതുപോലെ തന്നെ സോഷ്യൽ വർക്കിംഗ് മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണത്? കാരണം പഠനം നടക്കുന്നുണ്ട്, ഫോറക്സ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഓണ്ടർപ്രിനിയർ ലെവലിലോട്ടേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ശരിക്കും ഗ്രേറ്റ്ഫുൾ ആണ് ഒരാൾ നമുക്ക് യെസ്. ഇവിടെ കിട്ടുക, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഇത്രയും പിന്നെ നമ്മളെയൊക്കെ മാറ്റുന്ന രീതിയിൽ ഈ ഒരു മേഖലനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യപ്പെടാൻ പറ്റുക. സോ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്ത് പോണത്? ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടിയ തോൽവിയാണ് ഏറ്റവും വലിയ നമ്മൾ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു സ്റ്റേജ് എത്തിയ സമയത്ത് ഞാൻ പെടുത്തൊക്കെ കളി അല്ലെങ്കിൽ മീൻസ് ഞാൻ എന്താ പറയാ, ഈ ഒരു സ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മോട്ടോർ സ്പോർട്സ് ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇവരൊന്നും ഇതിൽ പോയി കഴിഞ്ഞാൽ എവിടെ എത്താൻ പോകുന്നില്ല, ഇവനെന്താക്കാനാ, ഇവനെന്ത് പഠിക്കാനാ, കാര്യങ്ങൾ പല ആൾക്കാർ പറഞ്ഞ ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് അവരെ മൈൻഡ് സെറ്റിൽ ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഈ പണിക്ക് പോയി, അതേപോലെ തന്നെ ഈ 5 വർഷം എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പണിയെടുത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവര് പറഞ്ഞ ലൈഫിലോട്ടേക്ക് എത്തും. ഒരിക്കലും ഞാൻ എൻ്റെ വേറെ ഫാമിലിനെ ഒന്നും കുറ്റം പറയല്ല. ഓക്കെ, എനിക്ക് ഈ സാധനം കിട്ടിയോണ്ട് ഞാൻ അത് ചെയ്യാം. അപ്പോ ഈ സാധനം എനിക്ക് കിട്ടിയോണ്ട് എനിക്ക് കോൺഫിഡൻസ് ആണ് എൻ്റെ ഫാമിലിനെയും എന്നെയും എനിക്ക് എന്താക്കാൻ പറ്റും, ഏറ്റവും വലിയ നല്ല രീതിയിൽ എനിക്ക് പോവാൻ, മുന്നോട്ടേക്ക് ഇനി പോകാനുള്ള ഏറ്റവും കൂടുതൽ പൈസയാണല്ലോ പ്രധാനം അല്ലെ, നമ്മളെ മണിയാണ് എല്ലാത്തിനും പ്രധാനം. ആ മണി ഉണ്ടാക്കാനുള്ള ടൂൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. സോ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ SPP പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ സഫ്നാൻ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് എന്താക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിൽ വലിയൊരു തലയോ വലിയ സാധനമോ കൊടുത്തിട്ട് ചെയ്യേണ്ട സാധനമല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം. ഞാൻ 2 മാസം ഒരു ഓൾ കേരള സഫ്നാൻ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു റൈഡ് പോയിട്ടുണ്ട്. അന്ന് എനിക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, ട്രേഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ, എനിക്ക് എൻ്റെ അടുത്തൊരു മൊബൈൽ ഒരു ഇത് ഉണ്ടെങ്കിൽ എനിക്ക് എന്താക്കാം, അവിടുന്ന് എനിക്ക് ചെയ്യാം. ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റൈഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ വേൾഡ് റെക്കോർഡാണ്. ആ വേൾഡ് റെക്കോർഡ് കാരണം ഫ്രണ്ട് വീൽ ഇല്ലാണ്ടാണ് നമ്മൾ 1500 കിലോമീറ്റർ നമ്മൾ സൈക്കിൾ ഓടിച്ചത്. സോ ആ റൈഡ് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ട്രേഡിങ് സ്കില്ല് കൊണ്ട് തന്നെ എന്താക്കിയത്, നമ്മൾക്ക് ഫണ്ട് ഫസ്റ്റ് ടൈം ഒക്കെ ഫണ്ട് എന്താക്കിയത് ഞാൻ ജനറേറ്റ് ചെയ്തത്. ആ ഒന്നുമില്ല, എൻ്റെ അടുത്ത് ഒരു ചെറിയ ഫോൺ അന്നുണ്ടായി, ഒരു ചെറിയൊരു സ്മാർട്ട് ഫോൺ ഉണ്ടായിട്ടുള്ളൂ. അതിന് നമുക്ക് കിട്ടിയ നോളജ് അവിടെ പ്രവർത്തിച്ചിട്ട് നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് ആയതുകൊണ്ടാണ് നമുക്ക് എന്താക്കുന്നത്, അവിടുന്ന് ഇൻകം ജനറേറ്റ് ആക്കാൻ പറ്റിയത്. ഇതിപ്പോ നേരെ മറിച്ച് ഞാൻ ഒരു യെസ്, ഇതുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഏത് ലോകത്ത് എവിടെ പോയിക്കാൻ നമ്മളെ ഒരു സ്മാർട്ട് ഫോണും നമ്മൾ ഈ പറഞ്ഞ ട്രേഡിംഗ് സ്കില്ലും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താക്കാനില്ല, നമുക്ക് പേടിക്കാനില്ല, നമുക്ക് പിന്നെ മാനേജ് ചെയ്യാൻ വലിയ സമയം നമുക്ക് വേണ്ട. നമ്മളെ ലൈഫിൽ ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റില്ല, ആ ടൈം മാത്രം മതി. യെസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു പിന്നെ എംപവറിംഗ് ടോക്കാണ്. അതുപോലെ തന്നെ ഇനിയും സാറിന്റെ പ്രസൻസ് ഫ്യൂച്ചറിലും അതുപോലെ വീക്കെൻഡ് സെഷനിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് സാറ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഒരുപാട് പേരിൽ എംപവർ ചെയ്യാനും ഇൻസ്പയറിംഗ് ആവാനും സാധിക്കട്ടെ. ഇനിയും വരുന്ന സെഷനിൽ നമ്മളെ ഇൻവിറ്റേഷൻ ഏറ്റെടുത്ത് വരണമെന്ന് ഇതാക്കാണ്. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് റസൽ സാർ.
സോ താങ്ക് യു നമുക്ക് സഫ്ന സാർ. കാരണം ഗ്രേറ്റ് ആയിട്ട് പറയാൻ സഫ്ന സാറിനോടാണ്, അതേപോലെ തന്നെ നമ്മുടെ ടീമിനോടാണ്. അൽഹംദുലില്ലാ ഇങ്ങനത്തെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ച് സംസാരിക്കാനൊക്കെ വിളിച്ച്, കാരണം എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. അതേപോലെ തന്നെ സഫ്ന സാറിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ 5 വർഷം മുമ്പ് എനിക്ക് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ സ്റ്റോറിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. ഇൻഷാല്ലാ എന്താ പറയാ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എന്താ പറയാ ഒരു മൊമെന്റ് തന്നിട്ടുണ്ട്. മുമ്പോട്ടേക്ക് ഇനി ഇതേപോലെ പോകണമെന്നുള്ള പറഞ്ഞ സാധനം മോട്ടിവേഷൻ അന്നേ എന്താക്കിയതുണ്ട്, സഫ്ന സാറൊക്കെ തന്നിട്ടുണ്ട്. സോ ഗ്രേറ്റ്ഫുൾ, അൽഹംദുലില്ലാ. സോ എല്ലാവരും എന്താക്കുക, ഒരു ഡ്രീം സെറ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ട്രേഡിങ്ങിന് ഒരു ഡ്രീം സെറ്റ് ചെയ്യുക. ഒന്നുമില്ല, ഒറ്റൊരു കാര്യം മാത്രം പറഞ്ഞാന് നിർത്തുകയാണ്. ഒന്നുമില്ല ഭായി, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നിങ്ങളെ ജി വാഗന്റെ കളർ അല്ലെങ്കിൽ ജി വാഗന്റെ സീറ്റ് ബെൽറ്റിന്റെ കളർ നിങ്ങൾ ഇപ്പൊ എന്താക്കുക, ഡയറിയിൽ എഴുതി വെച്ചിട്ട് എന്താക്കുക, മുമ്പോട്ടേക്ക് പോവുക. കാരണം നമ്മളെ ഡ്രീം ബിഗ് ആയ മാത്രം എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പറഞ്ഞ സാധനമൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അൽഹംദുലില്ലാ, താങ്ക് യു ഓൾ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പഠിക്കുക, സെറ്റ് ആക്കുക. അതേപോലത്തെ വലിയൊരു ഗോൾസ് തന്നെ എന്താക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോൾസ് തന്നെ സെറ്റ് ചെയ്തിട്ട് എന്താക്കുക, അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട്. അതിനോട് ഇൻഷാല്ലാ എല്ലാവർക്കും പറ്റും. എല്ലാവരും 2026 ആകുമ്പോൾ 1 മില്യൺ ക്ലബിലോട്ടൊക്കെ കയറട്ടെ. അൽഹംദുലില്ലാ. സോ താങ്ക് യു സോ ഇൻഷാല്ലാ മച്ച്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ യെസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ. ഇപ്പോ ഓക്കെ, ഞാൻ നമ്മൾ ബാക്ക് ടു ട്രേഡിംഗിൽ നമ്മളൊരു ശരിക്കും പറഞ്ഞ ഒരു മഴ പെയ്തിറങ്ങിയ ഒരു ഫീലിംഗ് ആണ് സാറിന്, ഒരു വാല്യുബിൾ ടൈം. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു ഏജിൽ ഇതിലൊക്കെ ഇറങ്ങുമ്പോൾ റിസൽ സാറൊക്കെ പേഴ്സണലി പറയാറുണ്ട്, ആം, കാരണം അവർക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി വളരെ ഭംഗിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു, ട്രേഡിങ്ങിന് അത്രയും പാഷനായിട്ട് കൊണ്ട് നടക്കുന്നു. ഈ മേഖലയിൽ പിന്നെ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് സ്റ്റഡീസും ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ഒരു ബിലോ 20 തന്നെ നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എത്താന്നൊക്കെ പറയുന്നത് ശരിക്കും ഗ്രേറ്റ് ആണ്. ഒരുപക്ഷെ നമുക്ക് നാളെ ഫ്യൂച്ചറിൽ നമ്മളൊക്കെ വളരെ ക്യൂരിയോസിറ്റിയോട് കാണേണ്ട ആൾക്കാരാണ്. അവരെയൊക്കെ മെന്റർ ചെയ്യാനും നമുക്ക് അവസരം കിട്ടിയതിൽ നമ്മളും ഗ്രേറ്റ്ഫുൾ ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും സാറിന്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ ഒരു മേഖലയിൽ ഒരു എനർജി ബൂസ്റ്റപ്പ് തന്നെയാണ്. ദറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ നമുക്ക് വീക്കെൻഡ് സെഷന്റെ പ്രധാന ഉദ്ദേശങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് എനർജി ആവുക, അതുപോലെ തന്നെ നമ്മളൊന്ന് ഫ്രഷ് അപ്പ് ആവാന്നുള്ളതാണ്. ഇനിയിപ്പോ നമുക്ക് നാളത്തെ മാർക്കറ്റ് എങ്ങനെയാന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ തന്നെയായിരിക്കും. അതിന്റെ ഒപ്പം നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമുക്കൊരു 4 or 5 പോയിന്റിൽ നമുക്ക് ഷഹബാസ് സാറ് എങ്ങനെയാണ് നമ്മളൊരു ട്രേഡിംഗ് പ്ലാന് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് സാർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് തരും. ഷഹബാസ് സാർ ഓഡിബിൾ അല്ലേ? ഹലോ, യെസ്. നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരുന്നു. വിത്തൗട്ട് സ്റ്റോപ്പ് ലോസ് ഇറ്റ്സ് എ ഗാംബ്ലിംഗ് എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് നമ്മൾ എത്തിയത്. സോ ഇനി നമുക്ക് വേണ്ടത് ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആവണമെങ്കിൽ എന്തായാലും ട്രേഡിംഗ് സെറ്റപ്പ്, ട്രേഡിംഗ് പ്ലാൻ നിർബന്ധമാണ്. അത് നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? സാർ എന്തായാലും ട്രേഡിംഗിൽ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം നമ്മളോടുകൂടി ഒന്ന്. യെസ്, ഇപ്പൊ നമുക്ക് 100% സക്സസ് റേറ്റിൽ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റിൽ ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ്, കൺസിസ്റ്റൻസി, പിന്നെ ട്രേഡ് മാനേജ്മെന്റ്, ഡിസിപ്ലിൻ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൊഫഷണൽ ട്രേഡർ എങ്ങനെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് സക്സസ് ആകുന്നില്ല ആ ഒരു പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോ ഒരു ട്രേഡിംഗ് പ്ലാന് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഗോൾസ് ഉണ്ടാവും. അതായത് നമ്മളെ പ്രൈമറി ഗോൾസ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ ഉറപ്പുവരുത്തുക. അതായത് നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കണം നമ്മൾ എന്ത് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അതായത് പ്രൈമറി ഗോൾ ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ മാത്രമായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ഓക്കെ, എന്നാലാണ് നമുക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് പ്രോഫിറ്റ് നമുക്ക് എന്താ സെക്കൻഡറി ആയിട്ട് മാത്രമേ കണക്കാവൂ. അതായത് നമ്മൾക്ക് എപ്പോഴും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ എന്തുവാണ്, നമുക്ക് ക്യാപിറ്റൽ വേണം. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതായത് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 50% നമുക്ക് വിൻ റേറ്റിലെ ട്രേഡ്സ് മാത്രം ചൂസ് ചെയ്യുക. അതായത് നമ്മളെ സ്ട്രാറ്റജി അനുസരിച്ചിട്ടില്ല, സ്ട്രാറ്റജി അനുസരിച്ചിട്ടില്ല എല്ലാ കൺഫർമേഷനും ഫോളോ ആയിട്ടില്ല എന്ത് ചെയ്യുക, നമ്മൾ ട്രേഡ്സ്, അതായത് കൺഫേം ആയിട്ടുള്ള ട്രേഡ്സ് മാത്രം എന്താക്കുക, എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ വൾഗറായിട്ട് ഒരുപാട് ട്രേഡ് ഇട്ട് പോകുന്നതിന് നല്ലത് ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് അഷുറൻസ് ചെയ്യുന്ന ട്രേഡ്സ് മാത്രം ഫോളോ ചെയ്യാം. സ്ട്രാറ്റജി ബേസ്ഡ് ഉള്ളത്, അതായത് നമ്മൾ സ്ട്രാറ്റജി എന്താണോ പറയുന്നത്, എന്താണോ നമുക്ക് കൺഫർമേഷൻ ചെയ്യുന്നത്, അപ്പൊ ആ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡ്സ് എന്ത് ചെയ്യുക,
എടുത്തിട്ട് നമ്മൾ എന്താക്കുക മുന്നോട്ടേക്ക് പോവാം. യെസ്. ഓക്കെ. പിന്നെ നമ്മളിപ്പോ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ മന്ത്ലി ടാർഗറ്റ്, അതായത് നമ്മളിപ്പോ പ്രോഫിറ്റ് ടാർഗറ്റ്, അതായത് ഇപ്പോ അധിക പേരും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോഫിറ്റ് ടാർഗറ്റ് ആയിരിക്കും നമ്മൾ എപ്പോ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. അതായത് ഇപ്പോ ഒരു $1000 ഇട്ടിട്ട് $2000 ആക്കണം എന്ന്, അതായത് യെസ്. 200% ഒക്കെ ആയിരിക്കും. അതായത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മള്, അതായത് ഒരു 5 to 10% ഗെയിൻ ഇല്ല, അതായത് റിയലിസ്റ്റിക് ആയിട്ടില്ല, അതായത് ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സ് ചെയ്യുന്ന പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ട്രേഡ്സ് ചെയ്യും. ഓക്കെ. യെസ് യെസ് സാർ, അത് ഇപ്പൊ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ ഫേസ് ഇപ്പൊ ചെറിയ ക്യാപിറ്റൽ വരും. ഇപ്പൊ എന്തായാലും 1000 ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു വീക്കിലി വിഡ്രോ പോകുന്നുണ്ടെങ്കിൽ 300-400 കിട്ടിയാലേ സാറ്റിസ്ഫൈഡ് ആവുന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആ അപ്പൊ അതിനെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും എന്താ പറയില്ല, കാരണം നമുക്കിപ്പം ആസ് എ മന്ത്ലി 5% അല്ലെ 10% കിട്ടാനൊക്കെ വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മളൊരു ജസ്റ്റ് റൂള് കീപ്പ് ചെയ്താൽ മാത്രം തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. കാരണം അതിനേക്കാൾ കിട്ടണം എന്നുള്ളൊരു ഗ്രീഡ്നെസ് ആണ് പലപ്പോഴും പലരെയും ലോസിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അതെങ്ങനെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു മൈൻഡ് സെറ്റിനെ? അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ട്രേഡിംഗ് പ്ലാൻ തന്നെ ഓക്കെ ആയാല്, പിന്നെ അതുപോലെ തന്നെ റിയലിസ്റ്റിക് പ്രോഫിറ്റ്, അതായത് ഇപ്പൊ നമുക്കൊരു ബാങ്കിലായാൽ പോലും, അതായത് FD റേറ്റ് 8% ആണ് ഇയർലി കിട്ടുന്നത്. ഓക്കെ. യെസ് യെസ് നമുക്ക് റിയലിസ്റ്റിക് പ്രോഫിറ്റ് 5 to 10% എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് തന്നെ അഷ്യൂർ ചെയ്യുന്നുണ്ട്. യെസ് മനസ്സിലായോ? അപ്പോ അതായത് വലിയൊരു ഗെയിൻ തന്നെയാണ്. അതായത് നമ്മളിപ്പോ ഒരു 1 ഇയറിലേക്ക് നോക്കുമ്പോൾ 100% ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ്സിലും ഇപ്പം ചെയ്യാൻ പറ്റാന്, ആ ഒരു രീതിയിലുള്ള ഗെയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ട്രേഡിങ്ങിലൂടെ എന്ത് അച്ചീവ് ചെയ്യാൻ ഗെയിൻ പറ്റുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ് യെസ് ഓക്കെ. യെസ് അപ്പോ സാർ, അതെങ്ങനെ നമ്മൾ നമുക്കിപ്പോ ഇപ്പൊ പലർക്കും പറ്റണത് പിന്നെ 5 to 10% ഇനഫ് ആവണമെന്നില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആണ്. ഇപ്പൊ എനിക്ക് സാറിന്റെ ട്രേഡിംഗ് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഇപ്പൊ പ്ലാൻസ് പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും അതിൽ നിന്ന് ഇറങ്ങി വരാറുള്ളത്? പലർക്കും പറ്റാത്തൊരു പ്രോബ്ലം ആണ്, അതായത് നിർത്താൻ പറ്റണില്ല അല്ലെങ്കിൽ മതിയാവണില്ല എന്നുള്ളത്. അതെങ്ങനെ സാർ ഓവർകം ചെയ്തേ? അതായത് ഞാനൊക്കെ ഇപ്പോ, അതായത് നമ്മളെ ക്യാപിറ്റൽ കൂട്ടി നമ്മളെ പെർസെൻറ്റേജ്, അതായത് ആ രീതിയിൽ പൊസിഷൻ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ട്രേഡ് ചെയ്യാറ്. ഓക്കെ. യെസ് യെസ് അതായത് യെസ് ചെറിയ എമൗണ്ട് നിന്ന് വലിയ എമൗണ്ട് ആക്കാന്നുള്ള രീതിയിലല്ല, നമ്മൾ ക്യാപിറ്റൽ കൂട്ടി പെർസെൻറ്റേജ് കുറച്ച് ആ രീതിയിൽ കറക്റ്റ് ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് ട്രേഡിംഗ് പ്ലാൻ ആക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ. നമുക്കിപ്പോ യെസ് 3 to 5% എടുത്താലും ഓക്കെ ആണ്. അതെ അതെ അതെ, ക്ലിയർ ആണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരാൻ, അതായത് ടൈം എടുക്കും. അതായത് നമ്മളൊരു നല്ലൊരു സിസ്റ്റം ഫോളോ ചെയ്താല് നമുക്ക് ആ രീതിയിലേക്ക് എന്തായിട്ടും മാറാൻ പറ്റും. യെസ് 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 ഓക്കെ പിന്നെ സാറേ, നമ്മള് ട്രേഡിംഗ് പ്ലാനിൽ അഡീഷണൽ വേറെ ആഡ് ചെയ്യേണ്ട എന്താണ്? അതായത് ഇപ്പൊ നമുക്കൊരു അതായത് വേറൊരു കാര്യം സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ട്രേഡിംഗ് മാനേജ്മെന്റ്, അതായത് ഇപ്പൊ ഒരു ട്രേഡിംഗ് പ്ലാന് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ട്രേഡിങ്ങിൽ മാക്സിമം റിസ്ക് എടുക്കുന്നത്, അതായത് പെർ ട്രേഡ് ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാൻ പറ്റുന്നത് 0 to 5 to 1% ആയിരിക്കുക. അതായത് എക്സാമ്പിള്, ഇപ്പൊ ഒരു $1000 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ $5 to $10 ആയിരിക്കണം നമ്മളെ ആ ഒരു പെർ ട്രേഡിൽ ലോസ് വരാൻ പാടുള്ളൂ. ഓക്കെ. മാക്സിമം. അതായത് 0 to 5 to 1%. ഓക്കെ അതായിരിക്കണം നമ്മൾ പെർ ട്രേഡിൽ ലോസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. ഓക്കെ പിന്നെ നമ്മുടെ ട്രേഡിംഗ് പ്ലാനിൽ എന്താ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി ലോസ് ലിമിറ്റ് 2% ആയിരിക്കണം. അതായത് ക്യാപിറ്റൽ, അതായത് $1000 ക്യാപിറ്റൽ ആണെങ്കിൽ $20 ലോസ് ആയാൽ നമ്മൾ അവിടെ അന്ന് ട്രേഡ് ക്ലോസ് ചെയ്യണം. മീൻസ് പിന്നൊരു ട്രേഡ് അതിലേക്ക് ഓവർ ട്രേഡോ റിവൻ ട്രേഡോ എടുക്കാൻ പാടില്ല. ലോസ് ആക്സെപ്റ്റ് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ഓൺ ചെയ്യാം. ഓക്കെ. മാറി നിൽക്കാന്നുള്ള അല്ലേ? ആ പിന്നൊരു കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് വീക്ക്ലി ലോസ് ലിമിറ്റ് 6% to 8% ആയിരിക്കാം. അതായത് നമ്മൾ വീക്ക്ലി നോക്കുമ്പോൾ, അതായത് ഈ ലോസ് ആണെങ്കിലാണ് ഞാൻ പറയുന്നത്. യെസ് ഓക്കെ. നമ്മൾ ട്രേഡിംഗ് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ഒരിക്കലും ലോസ് അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ ഈ ലോസ് ആണെങ്കിൽ നമ്മളൊരു 8% നമ്മൾ വീക്ക്ലി ലോസ് ക്ലോസ് ചെയ്താൽ. യെസ് ഓക്കെ.
പിന്നെ നമ്മൾ എന്തൊക്കെയാ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക, ഒരിക്കലും ഇമോഷൻ ഫോളോ ചെയ്തിട്ട് ട്രേഡ് ചെയ്യരുത്. അതായത് റിവൻ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്, ഗ്രീഡ് ഉണ്ടാവരുത്. നമ്മൾ എപ്പോൾ ഒരു ബേസിക് സിസ്റ്റം ഫോളോ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. ഒരിക്കലും ഇമോഷണൽ ട്രേഡ് ഒരിക്കലും സാർ നമ്മുടെ ഓഡിബിൾ അല്ല. ജേർണിയിൽ കൊണ്ടുവരരുത്. ഓക്കെ, ഹലോ, ഓഡിബിൾ അല്ലേ? അതെ അതെ. സാർ കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. അതായത് നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സിസ്റ്റം ബേസ്ഡ് മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്ത് പോവുക. ഒരിക്കലും ഇമോഷണൽ ബേസ്ഡ് എന്ത് ചെയ്യരുത്, ഒരിക്കലും ട്രേഡ് ചെയ്ത് പോകരുത്. പിന്നെ നമുക്കൊരു പ്രീ പ്ലാൻഡ് എസ് എൽ എപ്പോൾ ഉണ്ടായിരിക്കണം. അതായത് നമ്മളെ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടില്ല ഒരു എസ് എൽ നമുക്ക് എപ്പോൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മളിപ്പോ സ്ട്രാറ്റജിയിൽ എന്താണോ എസ് എൽ വെക്കാൻ നമ്മുടെ മെന്റേഴ്സ് പറഞ്ഞത്, അതൊരു പ്രീ പ്ലാൻഡ് എസ് എൽ ആയിട്ട് നമ്മളെ മൈൻഡിൽ എപ്പോഴും കണ്ടിട്ട് നമ്മൾ എസ് എൽ, അതായത് സ്റ്റോപ്പ് ലോസ് എല്ലാ ഇപ്പോൾ ഏത് ട്രേഡിൽ എൻട്രി ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് വെച്ചിട്ട് വേണം ഒരു ട്രേഡ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. സാർ നമ്മളെ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. മോസ്റ്റ്ലി എസ് എൽ വെക്കണം, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ, പക്ഷെ എന്നാലും എസ് എൽ വെച്ച് കഴിഞ്ഞാൽ അത് അടിക്കുന്നു അല്ലെ അടിച്ചു പോകുന്നു എന്നുള്ളത്, അതിനെ അടിച്ചു പോകുന്നു എന്നുള്ളത്. കാരണം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രോബബിലിറ്റി പറയുമ്പോൾ നമുക്ക് എന്താണ്, എസ് എൽ അടിച്ചാലും നമ്മൾ വീക്കെൻഡിൽ പ്രോഫിറ്റബിൾ ആവുന്നുള്ളതാണ് തിയറി പറയണത് അല്ലെ. യെസ് യെസ്. അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? അതായത് എസ് എൽ വെച്ച് കഴിഞ്ഞാൽ അത് അടിക്കും എന്നുള്ളൊരു ഫിയർ ആണ്. പിന്നെ അപ്പൊ നമ്മളൊക്കെ പറയുന്നത് അടിച്ചോട്ടെ എന്നുള്ളതാണ്, പക്ഷെ അത് അടിപ്പിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്താറില്ല പലരും. ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇന്നൊരു 2% ലോസ് ആയി എന്ന് കരുതിക്കോ. ഓക്കെ, ഓക്കെ, അതായത് നെക്സ്റ്റ് ഡേ നമുക്ക് 4% അത് ഗെയിൻ ചെയ്യാന്നില്ല കോൺഫിഡൻസ് നമുക്ക് ഇല്ലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ എസ് എൽ അടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫിയർ വരുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ സ്ട്രാറ്റജിയിൽ കോൺഫിഡൻസ് ആണ്. അതായത് നമ്മൾ ഒരു സ്ട്രാറ്റജി മാസ്റ്റർ ചെയ്തിട്ട് ഒരു പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം മാസ്റ്റർ ചെയ്തിട്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുക, സ്ട്രാറ്റജിയിൽ പക്കാ കോൺഫിഡൻസ് വരുത്തുക. അന്നേരം ഇത് എന്ത് ചെയ്യാൻ പറ്റൂ, ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അതായത് ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ നാളെ നമുക്ക് കയറിയിട്ട് എസ് എൽ വെച്ചിട്ട് ഇത് ഓവർകം ചെയ്യാനില്ല. അതായത് നമ്മൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഓവർകം 100% ഷുവർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ആ സ്ട്രാറ്റജി മാസ്റ്റർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ബിൽഡ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, യെസ്, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എസ് എൽ അടിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അടിച്ചോട്ടെ എന്നില്ല ആ മൈൻഡ് സെറ്റ് എന്തായിട്ട് നമുക്ക് വന്നോളൂ. അതായത് എന്ത് എസ് എൽ അടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി എന്ത് വന്നാലും പ്രോഫിറ്റബിൾ ആകുന്നില്ല ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എന്താവും, ബിൽഡ് ആവും. അപ്പോൾ ആ എസ് എൽ അടിക്കുന്നതിന് നമുക്ക് ഒരു വിഷയവും ഉണ്ടാവില്ല. അതായത് നമ്മൾ ഓവർ ട്രേഡ് ഒന്നും ചെയ്യാതെ ഒരു ഗുഡ് ട്രേഡിംഗ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ 100% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. ഓക്കെ, 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 യെസ്. താങ്ക് യു സാർ. സാറ് പറഞ്ഞ അതിന്റെ ആകെത്തുക നമ്മൾ പിന്നെ കാരണം മണി മാനേജ്മെന്റിലും റിസ്ക് മാനേജ്മെന്റിലും ഇമോഷൻ ഹാൻഡ്ലിങ്ങിലും നമ്മളെ മൈൻഡ് സെറ്റിലും നമ്മൾ മാക്സിമം പുട്ട് ഓൺ ചെയ്യുക. അത് നമ്മൾ സ്വയം, കാരണം നമ്മളെ സെൽഫ് അനാലിസിസ് ബാച്ച് ക്ലാസ് നടക്കുന്നത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യണം. ഒരു കാരണവശാലും നമുക്ക് ട്രേഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കോളാം, നമ്മളെ മണിയും ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളെ കയ്യിൽ കൺട്രോളിങ് ഉള്ളത് ആകെ നമ്മളെ ക്യാപിറ്റലും നമ്മളെയും മാത്രമാണ്. നമ്മളെ കൈയും നമ്മളെ തലയും പ്രവർത്തിക്കുന്ന ഫോണെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് ഒരു കാലത്തും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരം മാത്രമാണ്. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനത്തിലോട്ടേക്ക് നമ്മൾ മാക്സിമം ഇൻപുട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിൽ മാക്സിമം നമ്മൾ പുട്ട് ഓൺ ചെയ്യാം, അതിൽ മാക്സിമം നമ്മൾ വർക്ക് ചെയ്യാം. ഇപ്പം വെറും സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം നോക്കി ചെയ്യുന്ന ട്രേഡർ ആയിക്കോട്ടെ, നമ്മൾ ഏതിലാണോ നമ്മൾ മാസ്റ്റർ ആവണത്. ഇപ്പം ടെക്നിക്കൽ നമുക്ക് യൂട്യൂബ് നോക്കിയാലും പല സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് നമുക്ക് സ്ട്രാറ്റജീസും ടെക്നിക്കലും ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒന്നിൽ നമ്മൾ എന്താവാൻ ശ്രമിക്കുക, മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. അതില് ഇപ്പൊ ബ്രൂസ്ലി പറഞ്ഞിട്ട്, അതായത് 1000 അടവ് അറിയുന്ന ആളെക്കാളും നമ്മൾ പേടിക്കുന്നത് ഒരടവിൽ 1000 തവണ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ ചെയ്യുന്ന ഒരു സിനാരി, അത് സ്റ്റോപ്പ് ലോസ് അടിഞ്ഞോട്ടെ, പക്ഷെ എന്താണ് നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ മാക്സിമം, സാർ പറഞ്ഞ പോലെ തന്നെ ഒരു പെയറിൽ നമ്മൾ മാക്സിമം ഫോക്കസ് കൊടുക്കുന്നു, അതിൽ ചെയ്യുന്ന സ്ട്രാറ്റജി നമ്മൾ മാക്സിമം അത് തന്നെ ചെയ്ത് നോക്കുന്നു.
അതിൽ നമ്മൾ പിന്നെ അതിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോവാണെങ്കിൽ നമുക്ക് പതിയെ പതിയെ നമ്മൾ എന്താക്കാൻ പറ്റും, നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാസ്റ്റർ ആവാൻ സാധിക്കും. സോ നമുക്ക് Q&A ടൈമാണ്. സാറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ആസിഫ്, ആസാദ്, എനിവൺ? സത്യം സാറേ, വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ഓക്കെ. വിട്ടുപോയി. ഓക്കെ, പിന്നെ നമ്മളൊരു കാര്യം കൂടി ഫോളോ ചെയ്യണം. നമ്മൾ ഏത് ട്രേഡ് ലോസ് ആയാലും വിൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രേഡിംഗ് ജേർണൽ കീപ്പ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തണം. ഓക്കെ, അതായത് നമ്മൾ ഇന്ന് ഒരു ട്രേഡ് ലോസ് ആയാൽ നമ്മൾ അതിന്റെ റീസൺ എഴുതി വെക്കണം. നമ്മളൊരു ഡയറി എടുത്തിട്ട് ഇന്ന് എന്തുകൊണ്ടാ അത് ട്രേഡ് ലോസ് ആയത്, ഓക്കെ, അതിന്റെ റീസൺ എഴുതി വെച്ചിട്ട് നാളെ ആ മിസ്റ്റേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആവർത്തിക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ എന്താണോ ഓരോ ഡേയും ബെറ്ററായി ട്രേഡ്സ് കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെപ്പോ പേഷ്യന്റ് ആയിട്ട് നിൽക്കുക. അതായത് മാർക്കറ്റ് എന്താ പറയാ, ആ ഒരു രീതിയിൽ നമ്മളെപ്പോ പേഷ്യന്റ് ആയിട്ട് നിന്നാൽ നമുക്ക് മാർക്കറ്റ് ബൈ ഓർ സെല്ല്, നമ്മൾ എന്ത് തന്നെ ആയാലും മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് തന്ന് പോയിക്കോളും. അതായത് നമ്മൾ ഡിസിപ്ലിൻഡ് ട്രേഡർ ആയിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റിനെ കണ്ട് നമ്മൾ ഡിസിപ്ലിൻഡ് ട്രേഡർ ആയിട്ട് നിന്ന മാർക്കറ്റ് ഡെഫിനറ്റ്ലി പേ മണി. ഓക്കെ, യെസ് 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 യെസ്, താങ്ക് യു സിയാദ് ഭായ്, അതുപോലെ അലക്സ് ഉണ്ട്. എന്തായാലും ചോദിക്കാണ്ട്, അതായത് നമ്മൾ ഇന്നത്തെ റിലേറ്റഡ് വിഷയത്തിൽ എന്തെങ്കിലും ആഡ് ഓൺസോ കാര്യങ്ങളോ, നമ്മളൊരു വീക്കെൻഡ് നമ്മളൊരു ഫാമിലി പോലെയാണ് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ നമ്മളെല്ലാവരും ട്രേഡിങ്ങിൽ എല്ലാവർക്കും നാളെ ഒരേപോലെയാണ് മാർക്കറ്റ് ഉണ്ടാവുക. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺസ് ചെയ്യാനോ അല്ലെങ്കിൽ സംതിങ് അതിൽ ഇൻപുട്ട് കൊടുക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. എനിവൺ? അലക്സ് ന്യൂ ജോയിൻ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, എനിവൺ വൺ ടു സംസാരിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റഡ് വിത്ത് ട്രേഡിങ്ങിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് മോസ്റ്റ്ലി പറയാനുള്ളത്, പലരും കണ്ടുവരുന്നൊരു ട്രേഡിങ്ങിൽ എടുക്കുന്ന ഒരു പ്ലാൻ, ചെറിയ ക്യാപിറ്റൽ, ഇപ്പോൾ 1000 ഇറങ്ങിയിട്ട് നമ്മൾ ബിഗ് പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ പോയിട്ട് നമ്മളെ ക്യാപിറ്റൽ കൊണ്ടുപോയി കളയുന്ന ഒരു സിസ്റ്റത്തിലോട്ടേക്കാണ് നമ്മൾ എത്തിപ്പെടുക. അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മൾ എന്തായാലും ഇതിനൊരു പാഷനായി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ പിന്നെ അത്യാവശ്യം കീപ്പ് ചെയ്തിട്ട് നമ്മൾ ലോട്ട് സൈസ് കുറച്ചിട്ട് മാക്സിമം ഈ ഒരു മേഖലയിൽ നമ്മളിപ്പം പലരും പറയണം ഞാനൊരു $500 ഇട്ടിട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ. നമ്മൾ നോക്കാനുള്ള ഒരു ഏരിയ ഇല്ല. നമ്മൾ നോക്കാനൊക്കെ നമ്മൾ കാലങ്ങളോളം നമ്മൾ ഡെമോയിലും മറ്റൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കാനായിട്ട് വീണ്ടും എന്താക്കണ്ട, നമ്മൾ മാർക്കറ്റിനെ വീണ്ടും സമീപിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ ക്യാപിറ്റൽ ഇല്ല, ഷോർട്ടേജ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഇനഫായ ക്യാപിറ്റൽ ഇല്ലാതെ എന്താ വരുന്നത്, നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പലരും പറയുന്ന പോലെ ഈ ഒരു മേഖല എന്നെ കൊണ്ട് പറ്റൂല, ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോസ് മാത്രം തരുന്ന ഒരു ഏരിയ ആണെന്ന് നമ്മളും എന്താവരുത്, നമ്മളും ഈ ഒരു മേഖലനെ കുറ്റപ്പെടുന്ന രീതിയിലോട്ടേക്ക് എത്തരുത്. നമുക്കെല്ലാം അത് നമ്മുടെ ക്യാപിറ്റൽ സെറ്റാണ്, നമ്മളെ കയ്യിൽ പിന്നെ സിസ്റ്റം സെറ്റാണ്, നമ്മളെല്ലാം നെറ്റ്വർക്ക് സെറ്റാണ്, നമ്മൾ മെന്റലി ഓക്കെയാണ്. ഒക്കെ ആയിട്ട് ശേഷം മാത്രമേ നമ്മൾ എന്താവേണ്ട ആവശ്യമുള്ളൂ, നമ്മൾ ലൈവിൽ ഇറങ്ങിയിട്ട് ചെയ്യേണ്ട. കാരണം നമുക്കിത് ലൈഫ് ലോങ് സ്കില്ലാണ്. നമ്മൾ എല്ലാ വീക്കെൻഡിലും ഇപ്പൊ സെഷൻ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ ആൾക്കാർ നമ്മൾ ഇപ്പോഴും വീക്കെൻഡിൽ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്യുന്നത് നമ്മൾ പിന്നെ അതിലൊരു സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇപ്പൊ ലൈവിൽ ഇറങ്ങാനുള്ളവരുണ്ടെങ്കിൽ പിന്നെ നല്ല നമുക്കിപ്പം ലൈവില് ഇപ്പം നല്ല സൂപ്പർ എലൈറ്റ് മെന്റേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന എൻട്രീസ് ഒക്കെ പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഇതിൽ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നൊക്കെ പറയാൻ നമുക്ക് ഇവിടെ എലൈറ്റ് മെന്റർ എന്നുള്ളൊരു സിസ്റ്റം കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ലൈവിൽ ഇറങ്ങുന്നവർക്ക് ഒന്നും കൂടി ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. അതുപോലെ തന്നെ സെൽഫ് അനാലിസിസ് സെഷനും ടെക്നിക്കൽ സെഷൻസും നാളെ മുതൽ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നാളെ നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആർക്കേലും പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിനോ മറ്റോ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ മെന്റേഴ്സിന്റെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ബാച്ചിലേക്ക് സ്വാഗതം. ബിഗിനിങ് തൊട്ടുള്ള ക്ലാസ്സുകളാണ്. സോ നമുക്ക് ബാക്കി നെക്സ്റ്റ് വീക്കും മറ്റൊക്കെ ഒരു സെഷനിൽ കാണാം. സി യു, ബൈ. നിങ്ങളെ ഫീഡ്ബാക്സ് ഇന്നത്തെ സെഷൻ, കാരണം റിസൾട്ട് സാറും മറ്റൊക്കെ നമ്മളെ ഗസ്റ്റുകളായിരുന്നു. അപ്പോൾ ഫീലിങ്സും ഫീഡ്ബാക്കുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം.